ഹലോ. എന്താണ് മാഡം പരിപാടി? ഓ, ഒരു അസൈൻമെന്റിന് വേണ്ടി റിസർച്ച് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. എത്ര റിസർച്ച് നടത്തിയാലും ഇല്ലാത്ത ഇൻഫോർമേഷൻ കിട്ടില്ലല്ലോ. ഇത് പറയാനാണ് ഏതനിപ്പോൾ വിളിച്ചതെങ്കിൽ എന്റെ സമയം മെനക്കെടുത്താതെ വെച്ചിട്ട് പോകാൻ നോക്ക്. എന്റെ അസൈൻമെന്റിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിനക്ക് കേൾക്കാൻ ഏറെ കൊതിയുള്ളൊരു കാര്യം പറയാൻ വിളിച്ചതായിരുന്നു. നിനക്ക് വേണ്ടാത്ത സ്ഥിതിക്ക് ഞാൻ വെച്ചിട്ട് പോയിക്കോളാമേ. ഹേ ഏതൻ, വെക്കല്ലേ. എന്തായാലും വിളിച്ചതല്ലേ, പറഞ്ഞിട്ട് വെച്ചാ മതി. അലക്സാണ്ട്രിയ രാജ്യം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് സാധനം കിട്ടിയിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ പറഞ്ഞു. എന്ത് സാധനമാ അത്? ക്ലീൻ ചെയ്ത് കഴിഞ്ഞോ? സാധനം എന്ന് പറഞ്ഞ കുറച്ച് പെയിന്റിങ്സ്. അത് പക്ഷേ നിന്റെ അസൈൻമെന്റിന് യൂസ്ഫുൾ ആകില്ല. പക്ഷേ നീ വിശ്വസിക്കുന്ന കഥയ്ക്ക് അത് കൂടുതൽ ബലം കൊടുക്കും. പക്ഷേ അതിനൊക്കെ പുറമെ അത് കണ്ട നീ ശരിക്കും ഞെട്ടും. എന്റെ ഞെട്ടല് ഇതുവരെ മാറിയിട്ടില്ല. അത് കണ്ടാലുള്ള നിന്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് കാണണം. എന്തൊക്കെയാ ഏതൻ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവിടുന്ന് കിട്ടിയ ആ പെയിന്റിങ്സ് നാളെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് ഗാലറിയ വിൻസെന്റിയിൽ. ഒറ്റ ദിവസത്തെ എക്സിബിഷനാ. VVIPസിന് മാത്രമേ പ്രവേശനമുള്ളൂ. ബട്ട് ഞാൻ 2 ടിക്കറ്റ് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് നിന്നെ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി. ആ സ്ഥലത്ത് ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കല്ലേ? അപ്പോഴേക്ക് എക്സിബിഷനോ? അതെങ്ങനെ ശരിയാകും? നീ നാളെ വാ, ഞാനെല്ലാം നേരിട്ട് വിശദമായി പറഞ്ഞു തരാം. അപ്പോ നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കം. You are going to be surprised. ഞാൻ പറഞ്ഞില്ലേ നീ കണ്ട ഞെട്ടുമെന്ന്. ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ നോക്ക്, ഇത് ശരിക്കും നിന്നെ പോലെ തന്നെയല്ലേ ഉള്ളത്. ഹേ, ഞാൻ തന്നെ മുൻപ് കണ്ടിട്ടുണ്ട്. നേരിട്ടല്ല, സ്വപ്നത്തിൽ. പെൺകുട്ടികളെ വളക്കാനുള്ള പുതിയ ഡയലോഗാണോ? ആണെങ്കിലേ അതിവിടെ ഏൽക്കില്ല. ഹേയ് അല്ലെന്നേ, സത്യമായിട്ടും സ്വപ്നത്തിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് കാണാനാ കൂടുതൽ ഭംഗിയെന്ന് മാത്രം. ഹേയ് ബ്രോ, ഇങ്ങ് വന്നേ, ഞാൻ പറയട്ടെ. ഏതൻ, എവിടെ പോകുന്നു? നീ ഇവിടെ നിൽക്ക്, ഞാൻ ബ്രോയോടൊന്ന് സംസാരിച്ചിട്ട് വരാം. വാ ബ്രോ, നമുക്ക് അങ്ങോട്ട് നിൽക്കാം. ബ്രോ, എനിക്കറിയാം അവള് സുന്ദരിയാന്ന്. അവളെ ഒന്ന് വളച്ചാൽ കൊള്ളാമെന്ന് ആർക്കായാലും തോന്നും. ഹേയ്, ആ കുട്ടിയെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ നുണ പറഞ്ഞതല്ല. യാ ബ്രോ, മനസ്സിലായി. അവള് ഭയങ്കര സുന്ദരിയാ. അതുപോലൊരു പെൺകുട്ടിയെ കിട്ടണമെന്നതായിരുന്നു ബ്രോയുടെ സ്വപ്നം. അപ്പോ അങ്ങനെ ഒരാളെ മുന്നിൽ കണ്ടപ്പോ ബ്രോക്ക് കണ്ണെടുക്കാൻ പറ്റുന്നില്ല. അത് ബ്രോയുടെ മാത്രം കുഴപ്പമല്ല. ഞാൻ അവളെ ഓൾമോസ്റ്റ് എവറി ഡേ കാണുന്നുണ്ട്. സ്റ്റിൽ ഐ ആം മെസ്മറൈസ്ഡ് ബൈ ഹർ ബ്യൂട്ടി. പറയുമ്പോ അവൾ എൻ്റെ ഗേൾഫ്രണ്ടാ, എന്നിട്ട് പോലും എനിക്ക് കണ്ണെടുക്കാൻ പറ്റുന്നില്ല. അപ്പോ പിന്നെ ബ്രോയുടെ കാര്യം പറയണ്ടല്ലോ. ഓ, ആ കുട്ടി തൻ്റെ ഗേൾഫ്രണ്ട് ആയിരുന്നോ? യെസ്. മറ്റൊരാളുടെ ഗേൾഫ്രണ്ടിനോട് ഫ്ലേർട്ട് ചെയ്യാൻ നോക്കുന്നത് തെറ്റല്ലേ ബ്രോ? ഓ സോറി, ഐ ഡിഡ്ന്റ് മീൻ ടു. ഇറ്റ്സ് ഓക്കെ, ഇനി ശ്രദ്ധിച്ചാ മതി. അപ്പോ വരട്ടെ. വാ പോകാം. നീ എന്താ ചെറുക്കനോട് സംസാരിച്ചേ? പുറമേ കാണുന്ന ഭംഗി വെച്ച് അവളുടെ അടുത്തോട്ട് ചെല്ലണ്ട. സ്വഭാവം ഈ ഫേസ് പോലെ അത്ര നല്ലതല്ലെന്ന്. വാട്ട്? നിന്നെ ഇന്ന് ഞാൻ... ഏതൻ, നിൽക്കാനാ പറഞ്ഞത്. നിന്റെ ഞെട്ടലൊക്കെ മാറിയോ? അതെങ്ങനെ മാറാനാ ഏതൻ? പലരും മുത്തശ്ശി കഥയാണെന്ന് പറഞ്ഞു തള്ളിയ മെർമെയ്ഡ് ആൻഡ് കിങ് ലവ് സ്റ്റോറി റിയൽ ആണെന്നും അതിലെ മെർമെയ്ഡ് ഞാനാണെന്നും അറിഞ്ഞ ഷുക്കിൽ തന്നെയാ ഞാനിപ്പോഴും. എങ്ങനെ? ആ മെർമെയ്ഡ് നീയാണെന്നോ? പിന്നെ
എന്നെ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. അപ്പോ അത് ഞാനായിരിക്കില്ലേ? അയ്യടാ, ഒരാളെ പോലെ 7 പേരുണ്ടാകുമെന്നാണല്ലോ പറയുന്നത്. നിന്നെ പോലെ ഇരിക്കുന്നതിൽ ഒന്നായിരിക്കും ഇത്. പിന്നെ ആര് കണ്ടു എൻസോന്റെ പെയിന്റിംഗ് വല്ലതും കണ്ട അത് എന്നെ പോലെ ഇരിക്കില്ലാന്ന്? അങ്ങനെ വന്ന ആ മെർമെയ്ഡ് കിങ് ലവ് സ്റ്റോറിയിലെ മെയിൻ ലീഡ്സ് നമ്മളാകും. അപ്പോ നമ്മൾ ഇവിടെയും ഒന്നിക്കാൻ കാരണം ഡെസ്റ്റിനിയാണ്. വി ആർ മെൻ ടു ബി, മോഹന. സ്റ്റോപ്പ് വിത്ത് ദിസ് ഡ്യൂഡ്. ഡെസ്റ്റിനി മൈ ഫൂട്ട്. നിന്നെ പോലെ ഇരിക്കാൻ മാത്രമുള്ള ഗതികേടൊന്നും എൻ്റെ എൻസോ രാജാവിനില്ല. വെയിറ്റ് എ മിനിറ്റ്. അപ്പോ എൻസോ ഉണ്ടായിരുന്നെന്ന് ഏതനിപ്പോ വിശ്വസിക്കുന്നുണ്ടോ? യെസ്, ആ കിട്ടിയ സാധനങ്ങളൊക്കെ എൻസോ രാജാവിൻ്റെയാണെന്നും ആ സ്ഥലം അലക്സാണ്ട്രിയ രാജ്യത്തെ കൊട്ടാരം നിന്നിരുന്ന സ്ഥലമാണെന്നും ഞങ്ങൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ എൻസോയെ പറ്റിയുള്ള ചെറിയ ചില ഇൻഫോർമേഷൻസും. അങ്ങേരുടെ ഹോബി പെയിന്റിംഗ് ആയിരുന്നു. ഈ പെയിന്റിങ്സ് ഒക്കെ അങ്ങേര് വരച്ചതാണെന്നാണ് തോന്നുന്നത്. അതാണല്ലോ അങ്ങേരുടെ ഒരു വിക്കൂലും കിട്ടാത്തെ. ഡ്യൂഡ് വാസ് ഒബ്സസ്ഡ് വിത്ത് ഹിസ് ലവർ. ആ മെർമെയ്ഡിനെ മാത്രമേ വരച്ചിട്ടുള്ളെന്ന് തോന്നുന്നു. ഹൗ റൊമാൻറ്റിക്. അല്ല, അപ്പൊ എൻസോയുടെ പിക്കൊന്നും കിട്ടില്ലേ? അതൊക്കെ കിട്ടും. ഈ രാജാക്കന്മാർക്ക് അവരുടെ പോർട്രേറ്റ് വരപ്പിക്കുന്ന ശീലമുണ്ടല്ലോ. സോ കൂടുതൽ ഡിഗ് ചെയ്താൽ അതും അലക്സാണ്ട്രിയ രാജ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ ഹിസ്റ്ററിയും കിട്ടും. വാവ്, അപ്പോ എനിക്ക് അസൈൻമെന്റ് എഴുതാൻ ഒക്കുമല്ലേ? സമയത്തിന് എല്ലാം കിട്ടുവാണെങ്കിൽ ഒക്കും. അപ്പോ ഫുൾ മാർക്ക് ഉറപ്പായി. അല്ല, അപ്പൊ ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു എക്സിബിഷൻ വെക്കാൻ കാരണം? അവിടെ ഇനിയും ഡിഗിങ് നടക്കാനില്ലേ? അതും ഗവൺമെന്റ് ആർട്ട് ഗാലറീസിൽ എക്സിബിറ്റ് ചെയ്യാതെ ഗലേറിയ വിൻസെന്റ് ചൂസ് ചെയ്യാൻ എന്താ കാരണം? അതൊക്കെ പൊളിറ്റിക്സ് ആണ് മോളെ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഈ ഗലേറിയ വിൻസെന്റിയുടെ ഫൗണ്ടർ വിൻസെന്റിന് ഗവൺമെന്റിലും മിനിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് ഭയങ്കര പിടിപാടാ. സോ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ചുമതല അവർ ഗലേറിയ വിൻസെന്റിക്കാണ് കൊടുക്കുക. പിന്നെ നിനക്കറിയാലോ, ഈ മെർമെയ്ഡ്സിൽ ഒന്നും വിശ്വസിക്കാത്ത എന്നെപ്പോലത്തെ ഒരുപാട് പേരുണ്ട്. അവർക്ക് അത് വിശ്വസിക്കാനുള്ള ഒരു സ്കോപ്പും, പിന്നെ ഈ എൻസോ ആൻഡ് മെർമെയ്ഡ് ലവ് സ്റ്റോറി വിശ്വസിക്കുന്ന നിന്നെ പോലെയുള്ളവരെയും അവർ ഫോക്കസ് ചെയ്താണ് ഈ എക്സിബിഷൻ നടത്തിയത്. പക്ഷേ ഒറ്റ ദിവസം മാത്രം നടത്തിയതിൽ നിന്ന് വലിയ ഗുണമുണ്ടാകുമോ? പിന്നെ അവർ എൻട്രി ടിക്കറ്റ് അത്ര ഹൈ പ്രൈസിലാണ് വെച്ചിട്ടുള്ളത്. അത് വാങ്ങിയതാകട്ടെ അത്രയും റിച്ച് ആയിട്ടുള്ളവരും ഫോറിനേഴ്സും. അവര് ആ സർക്കിളിൽ മാത്രമേ ഈ എക്സിബിഷന്റെ ന്യൂസ് കൊടുത്തിട്ടുള്ളൂ. ഇനിയും അവിടുന്ന് ഇതുപോലത്തെ പെയിന്റിങ്സ് ആൻഡ് ആന്റിക്സ് കിട്ടിയാൽ അവർ ഇതുപോലത്തെ എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ മേ ബി ഇതിന്റെയും ഡബിൾ പ്രൈസ് ആയിരിക്കും. അപ്പോൾ ഇത്തവണ കാണാൻ പറ്റാത്തവരും കണ്ടവർ പുതിയ എന്തൊക്കെയാണ് എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിലും എത്ര വില കൊടുത്തും ടിക്കറ്റ്സ് വാങ്ങും. ഇപ്പോഴത്തെ ആർട്ട് ഗാലറീസ് ഒന്നും പ്യുവർ ആർട്ട് ജനങ്ങളിൽ എത്തിക്കാനല്ല നോക്കുന്നത്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ബിസിനസ് ആൻഡ് മണി. എസ്പെഷ്യലി വിൻസെന്റിനെ പോലെയുള്ള ആളുകൾ ആർട്ടിന്റെ മറവിൽ ഇല്ലീഗൽ ബിസിനസ്സും നടത്തുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. നല്ല രീതിയിൽ ഏമാന്മാർക്ക് കൈക്കൂലി കൊടുക്കുന്നത് കൊണ്ട് അവർ അതിനൊക്കെ കണ്ണടച്ചു കൊടുക്കും. എന്തൊക്കെയല്ലേ നടക്കുന്നത്? അല്ല, ഈ VVIPSന്റെ ഇടയിൽ ഏതെങ്ങനെ ടിക്കറ്റ് കിട്ടി? അത് ഞാൻ എന്റെ ചീഫ് വഴി ഒപ്പിച്ചെടുത്തതാ. എന്നെക്കാൾ നിനക്കല്ലായിരുന്നു അവരുടെ ലവ് സ്റ്റോറിയിൽ വിശ്വാസം. പിന്നെ ആണെങ്കിൽ ആ മത്സ്യകന്യക നിന്നെപ്പോലെ തന്നെ ഇരിക്കുന്നു. അത് നിന്നെ കാണിക്കണമല്ലോ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു ഏതൻ. എനിക്ക് ഈ കാര്യം അമ്മയോടും അപ്പനോടും പറയാൻ ധൃതിയാകുന്നു. വേഗം കഴിക്ക്, എന്നിട്ട് വീട്ടിലേക്ക് പോകാലോ. മോനെ ചാർലി, താങ്ക്സ് ഡാ. നീ കാരണം എനിക്ക് അത്രയും സന്തോഷമുള്ള കാര്യമാണ് ഇന്ന് സംഭവിച്ചത്. ഞാൻ അവളെ കണ്ടടാ, എൻ്റെ സ്വപ്നത്തിൽ വരുന്ന ആ സുന്ദരിയെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനത് കാണാൻ വിളിച്ചപ്പോൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷെ പോയതുകൊണ്ട് നീ ഹാപ്പി ആയില്ലേ? എനിക്കത് മതി. സത്യം പറഞ്ഞാൽ എക്സിബിഷന് വേണ്ടി റെഡിയാക്കുമ്പോഴാണ് ഞാൻ ആ പെയിന്റിങ്സ് കണ്ടത്. അന്നേരം എനിക്കുണ്ടായ ഷോക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല മോനെ. നിന്റെ പെയിന്റിങ്സ് കണ്ടാണല്ലോ എനിക്ക് ആ ഫേസ് പരിചയം. എനിക്ക് ഇത്രയും ഞെട്ടലുണ്ടെങ്കിൽ അവളെ എന്നും സ്വപ്നം കാണുന്ന നിന്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞിട്ടെന്താ, കറക്റ്റ് ടൈം എനിക്ക് വേറെ പണി കിട്ടി. എന്നാലും നിനക്ക് നിന്റെ സ്വപ്നസുന്ദരിയുടെ യഥാർത്ഥ രൂപത്തിലുള്ള ചിത്രങ്ങൾ കാണാൻ പറ്റിയല്ലോ, എനിക്കത് മതി. എടാ ചാർലി, ഞാൻ അവളുടെ ചിത്രം കണ്ട കാര്യമല്ല പറഞ്ഞത്, നേരിട്ട് കണ്ട കാര്യ. നേരിട്ടോ? എപ്പോ? എങ്ങനെ? ഇനി നീ കണ്ടത് ആ മത്സ്യകന്യകയുടെ പ്രേതത്തിന് വല്ലതുമാണോ? ആ പെയിന്റിങ്സിൽ അവളുടെ ആത്മാവും ഉണ്ടായിരുന്നോ? നീ എങ്ങോട്ടാണ് ചിന്തിച്ചു കയറി പോകുന്നത്? ഞാൻ പറഞ്ഞത് പ്രേതത്തിന്റെ കാര്യമല്ല, ശരിക്കും ജീവനുള്ള അവളെ കണ്ടെന്ന. ആ എക്സിബിഷൻ കാണാൻ വന്നതായിരുന്നു അവളും.
ആ ചിത്രത്തിലുള്ളതുപോലെയും നീ സ്വപ്നത്തിൽ കാണുന്നത് പോലെയും തന്നെയാണ് അവൾ ഇരിക്കുന്നത്. അല്ലടാ, അതിനേക്കാളൊക്കെ ഏറെ സുന്ദരിയാ. വേറെ ഏതോ ലോകത്ത് നിന്ന് ഇവിടേക്ക് ഇറങ്ങി വന്നതുപോലെ. അതുമാത്രമല്ല, അവളെ എനിക്ക് ഇതിനു മുൻപ് എവിടെയോ കണ്ട പോലത്തെ ഒരു പരിചയം. ആദ്യമായിട്ട് കാണുന്നത് പോലെയല്ല എനിക്ക് തോന്നിയത്. മറിച്ച് മുൻപ് എൻ്റെ ആരൊക്കെയോ ആയിരുന്ന ഒരാളെ വീണ്ടും കണ്ടുമുട്ടിയതുപോലെ. ഇയാനെ, നിന്റെ സംസാരം കേട്ടിട്ട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അടിച്ച പോലെ ഉണ്ടല്ലോ. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാ, ഈ ഡയലോഗ് കൊണ്ടൊന്നും അവളുടെ അടുത്തേക്ക് പോകരുത്. നിന്നെ കണ്ടപ്പോ മുൻജന്മ പരിചയം തോന്നി. നിന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെന്നൊക്കെ പെൺകുട്ടികളോട് പറഞ്ഞ അവിടെ നിന്നെ അപ്പ തന്നെ കോഴിയായിട്ട് പ്രഖ്യാപിക്കും. ആ, അങ്ങനെ എന്തൊക്കെ ഞാൻ കേട്ടിരിക്കുന്നു. ഓ, അപ്പോ അതുകൊണ്ടാണോ അവൾ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ? അല്ല, അവളെ കണ്ടതും ഞാൻ അവളെ സ്വപ്നത്തിൽ കാണുന്ന വിവരം ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അവൾ എന്നോട് പറയാ, പെൺകുട്ടികളെ വളയ്ക്കാനുള്ള ഡയലോഗ് വല്ലതുമാണേ അത് അവളുടെ അടുത്ത് നടക്കത്തില്ലാന്ന്. ഷോ, ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഒക്കെ നശിപ്പിച്ചോ? നിനക്ക് ഈ പെൺകുട്ടികളോട് സംസാരിച്ച് വലിയ പരിചയം ഇല്ലാത്തോണ്ടാ. അങ്ങനെയൊക്കെ പറഞ്ഞാ അവിടെ നമുക്ക് പട്ടിയുടെ വില പോലും തരത്തില്ലടാ. പിന്നെ വളഞ്ഞു കിട്ടാൻ വലിയ പാടാകും. അതിന് ഞാൻ വളക്കാൻ നോക്കിയതല്ലോ, സത്യം പറഞ്ഞതല്ലേ. ഞാൻ അവളെ സ്വപ്നത്തിൽ കാണാറില്ലേ, അതുകൊണ്ടല്ല അവളെ പടം വരയ്ക്കുന്നേ. അതൊക്കെയാണ് എന്നും വെച്ച് ചാടിക്കേറി അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഫ്ലേർട്ട് ചെയ്യാന്നേ വിചാരിക്കുള്ളൂ. നിനക്ക് ഗേൾസ് സൈക്കോളജി വിഷയത്തിൽ ഒരു ക്ലാസ് എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാരമില്ല, നമുക്ക് ശരിയാക്കാം. അത് വിട്, ആ പെൺകൊച്ചിന്റെ പേരെന്താ? ഫോൺ നമ്പർ വാങ്ങിയോ? പേര് അറിയത്തില്ല. നമ്പർ വാങ്ങേണ്ട ആവശ്യം തോന്നിയില്ല. ആ, ബെസ്റ്റ്. ഈ പോക്ക് പോയാ നീ ചാകണ വരെ കന്യകനായി തന്നെ ഇരിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. അവളുടെ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂടെ. വിശദമായിട്ട് സംസാരിക്കാൻ അവൻ സമ്മതിച്ചില്ല. ഉയ്യോ, ആ പെണ്ണ് കമ്മിറ്റഡ് ആണോ? ഛേ, ഇയാനെ, നിന്റെ പ്രേമം മുളയിലെ നുള്ളിക്കളഞ്ഞല്ലോ ആ കാമുകൻ. അതിന് ഞാൻ അവളെ ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്കെന്തോ അവളുമായിട്ടൊരു കണക്ഷൻ ഉള്ളതുപോലെ തോന്നി. നേരിട്ട് കാണുന്നതിന് മുൻപ് തന്നെ അവളെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നുണ്ട്. ഇപ്പോ ആ മത്സ്യകന്യകയ്ക്ക് അവളുടെ അതേ ഫേസ് കട്ട്. എൻ്റെ മമ്മ കുഞ്ഞിൽ എനിക്ക് ഉറങ്ങാൻ പറഞ്ഞു തന്നിരുന്ന കഥ ഈ എൻസോ രാജാവിൻ്റെയും മത്സ്യകന്യകയുടെയും ലവ് സ്റ്റോറിയാ. എനിക്കിപ്പോഴും നല്ല വ്യക്തമായ ഓർമ്മയുണ്ട്. എനിക്ക് ആദ്യമായി ആ കഥ പറഞ്ഞു തന്ന അന്നാണ് ഞാൻ അവളെ സ്വപ്നത്തിൽ കാണുന്നത്. പക്ഷേ ഞാൻ കണ്ടത് മത്സ്യകന്യകയുടെ രൂപത്തിലല്ല, മറിച്ച് പഴയകാല വസ്ത്രങ്ങൾ അണിഞ്ഞ മനുഷ്യരൂപത്തിലാ. പിന്നെ എന്നും ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ആ കഥ കേൾക്കാൻ വാശി പിടിക്കും. കഥ കേട്ട് ഉറങ്ങുമ്പോഴെല്ലാം സ്വപ്നവും കാണും. അത് മമ്മയോട് പറഞ്ഞപ്പോൾ മമ്മ പറഞ്ഞത് അത് ആ മത്സ്യകന്യകയെ തന്നെ ആലോചിച്ച് കിടക്കുന്നത് കൊണ്ട് കാണുന്നതാ. ഇനി തൊട്ട് ആ കഥ പറയുന്നില്ല. അപ്പോ അവളെ കാണുന്നത് നിന്നോളുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. പിന്നെ അവളെ സ്വപ്നം കണ്ടില്ല. പക്ഷേ എൻ്റെ 13-ാം വയസ്സിൽ അവൾ വീണ്ടും സ്വപ്നത്തിൽ വന്നു. അവളെ എൻ്റെ മമ്മയ്ക്ക് കാണിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ആദ്യമായിട്ട് ചിത്രം വരയ്ക്കുന്നത്. അതുവരെ ഒരു മലയോ വീടോ മരമോ പോലും വരയ്ക്കാത്ത ഞാൻ അവളുടെ പടം ഇത്ര നന്നായിട്ട് വരച്ചത് കണ്ട് മമ്മയും പപ്പയും ഞെട്ടി. അത് ഞാൻ എങ്ങനെയാ വരച്ചതെന്ന് എനിക്കും അറിയില്ലായിരുന്നു. എനിക്ക് ജന്മസിദ്ധമായി കിട്ടിയ കഴിവാണെന്നും പറഞ്ഞ് ആ കഴിവ് പോളിഷ് ചെയ്തെടുക്കാൻ വേണ്ടി മമ്മ എന്നെ ആർട്സ് ക്ലാസ്സിൽ ചേർത്തു. അങ്ങനെയാണ് ഞാൻ ആർട്ടിസ്റ്റ് ആകാൻ തീരുമാനിച്ചത്. ആ എക്സിബിഷനിൽ പറഞ്ഞിരിക്കുന്നത് ആ പെയിന്റിങ്സ് എൻസോ രാജാവിൻ്റെയാന്നാ. എനിക്ക് തോന്നുന്നത് ഞാൻ ആ എൻസോയുടെ പുനർജന്മമാണെന്നാ. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ഈ മത്സ്യകന്യകയുടേതും. ഞങ്ങളെ തമ്മിൽ എന്തൊക്കെയോ കണക്ട് ചെയ്ത് കിടക്കുന്ന പോലെ തോന്നുന്നു. എന്താടാ നീ ഇങ്ങനെ നോക്കുന്നേ? അല്ല, നിനക്ക് വരക്കാൻ മാത്രം കഴിവുള്ളെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പോ നിനക്ക് കഥ എഴുതാൻ കൂടെ കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. നിനക്ക് സിനിമയിൽ കഥ എഴുതാൻ ഒന്ന് ട്രൈ ചെയ്തൂടെ? ദേ ചാർലി, മനുഷ്യൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ കളിയാക്കരുത് കേട്ടോ. പിന്നെ കളിയാക്കാതെ, എന്നോട് കുറച്ചു മുമ്പേ എങ്ങോട്ടാ ചിന്തിച്ചു കയറി പോകുന്നത് എന്ന് ചോദിച്ചാൽ കാടും മലയും താണ്ടി പോകുന്നത് കണ്ടുകൊണ്ട് പറഞ്ഞതാ. നീ കളിയാക്കിയാലും കുഴപ്പമില്ല. ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാലേ കൂടുതൽ അറിയാൻ പറ്റൂ. ആ, ഇവൻ തല്ല് കുറെ വാങ്ങിച്ചു കൂട്ടിയത് തന്നെ. പോടാ, കരുനാക്ക് വളയ്ക്കാതെ. ശരി മഹാരാജാവേ, ഞാൻ ഇറങ്ങുവാ. രാജാവ് വല്ലതും കഴിച്ചിട്ട് ഉറങ്ങാൻ നോക്ക്. അമ്മ, അപ്പ, നിങ്ങളും കൂടെ കാണേണ്ടതായിരുന്നു ആ പെയിന്റിങ്സ്. ആ മെർമെയ്ഡ് ശരിക്കും എന്നെ പോലെ തന്നെ ഇരിക്കുന്നു. മെർമെയ്ഡോ? അതേന്നെ,
ഏതാൻ പറഞ്ഞ ആ സ്ഥലത്ത് നിന്ന് എൻസോ രാജാവ് വരച്ച കുറച്ച് പെയിന്റിങ്സ് കിട്ടി. അങ്ങേര് ഒരു മത്സ്യകന്യകയെ സ്നേഹിച്ചിരുന്നെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ പുച്ഛമല്ലായിരുന്നു. പക്ഷേ അത് കഥയല്ലായിരുന്നു, ശരിക്കും ഉള്ളതാ. അങ്ങേര് വരച്ചത് മൊത്തം അങ്ങേരുടെ ആ മെർമെയ്ഡ് കാമുകിയുടെ ചിത്രങ്ങളാ. അതാണ് ശരിക്കും ഞാൻ തന്നെ. അതെങ്ങനെ വരാനാ? നിങ്ങൾക്ക് ചിലപ്പോ തോന്നിയതായിരിക്കും അല്ലേ സ്റ്റീഫ? പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരുപോലെ എങ്ങനെയാ തോന്നാ? ഒന്ന് പോ അമ്മ. എനിക്ക് തോന്നുന്നത് അപ്പന്റെ പൂർവികന്മാരിൽ ആരുടെയോ മോളാണ് ആ മത്സ്യകന്യകയെന്ന. ഇനി ശരിക്കും അങ്ങനെ വല്ലതുമാണേ നമ്മൾ മെർമെയ്ഡ് ഫാമിലി ആയിരിക്കില്ലേ? ഇനി ഫിലിംസിലൊക്കെ കാണുന്നത് പോലെ ഒരു ബർത്ത്ഡേക്ക് നിങ്ങൾ എന്നോട് പറയുവോ, മോളെ നമ്മൾ മെർഫോക്സ് ആണ്, നീ വലുതാകുന്നത് വരെ ഇവിടെ ജീവിച്ചതാണ്, ഇനി നമുക്ക് കടലിലേക്ക് തിരികെ പോകാമെന്ന്? വാ, ആലോചിച്ചിട്ട് തന്നെ ഐ ഗോട്ട് ചിൽസ്. നീ എന്തൊക്കെയായി പറയുന്നേ? അങ്ങനെയൊന്നുമില്ല. ഷേടാ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അതിന് അമ്മ എന്തിനാ ഇങ്ങനെ സീരിയസ് ആകുന്നേ? കുടിക്കാനും കുളിക്കാനും എടുക്കുന്ന വെള്ളമല്ലാതെ ബാക്കി എല്ലാം പേടിയുള്ള ഞാനെങ്ങനെ മെർമെയ്ഡാകാനാ? പക്ഷേ ഐ ആം റിയലി ഹാപ്പി. എൻസോയുടെ മെർമെയ്ഡ് ലവ് സ്റ്റോറി ഞാൻ വിശ്വസിച്ച പോലെ തന്നെ ശരിക്കുമുണ്ടല്ലോ. എനിക്കത് മതി. എങ്കിൽ പിന്നെ ഞാൻ പോയി നാളത്തെ നടാഷയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെക്കട്ടെ. ദേ ചാർലി, ഇനി തൊട്ട് രാവിലെ ഇങ്ങനെ വിളിക്കല്ലേട്ടോ. ഒരു സ്വപ്നമെങ്കിലും ഞാനൊന്ന് കംപ്ലീറ്റ് കണ്ടോട്ടേടാ. നീ ആ പെണ്ണിനെയല്ലേ കാണുന്നത്? അതെന്തോ കംപ്ലീറ്റ് ആക്കാനാ? ഇതെന്നും കണ്ട പോലെ അല്ലടാ, മെർമെയ്ഡ് രൂപത്തിലാ കണ്ട്. എനിക്ക് ആ മെർമെയ്ഡായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. മാങ്ങാ തൊലി. ഇന്നലെ ആ എക്സിബിഷൻ കണ്ടതിന്റെ ഹാങ് ഓവർ അത്, അല്ലാതെ സ്പെഷ്യൽ കണക്ഷൻ ഒന്നുമല്ല. അങ്ങനെ ആയിരിക്കുവോ? ആയിരിക്കുവോന്നല്ല, ആണ്. നീ അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കണ്ട. ബൈ ദ വേ, ഞാൻ വിളിച്ച കാര്യം പറയാൻ മറന്നു. നമുക്ക് ഈവനിങ് ഒരു സ്ഥലം വരെ പോണം. ആ ഷ്യാമന്റെ അടുത്തേക്കാണ്. ഞാനില്ല മോനെ, ആളെ വിട്ടേര്. ചേച്ചി, ഇതല്ല, അതുക്കും മേലെ. എന്തുകൊണ്ടാ ഇത് എനിക്കുള്ളൊരു പണിയാണെന്ന് തോന്നുന്നത്? അത് നിനക്ക് എന്നോട് സ്നേഹമില്ലാത്തോണ്ട്. കൂടുതൽ ആലോചിക്കണ്ട. ഈവനിങ് റെഡിയായി നിന്നോ, ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം. എനിക്കിവിടെ വേറെ ചോയ്സ് ഇല്ലല്ലോ. റെഡിയായി നിന്നോളാം, വെച്ചോ. അവൻ പറഞ്ഞ പോലെ ഇന്നലെ ആ പെയിന്റിങ്സ് കണ്ടതുകൊണ്ടായിരിക്കുവോ അവളെ മെർമെയ്ഡ് രൂപത്തിൽ സ്വപ്നം കണ്ടത്? ആ, അതെന്തായാലും വരയ്ക്കാനുള്ള ഐഡിയ കിട്ടി. എനിക്കത് മതിയേ. ചാർലി, നീ എന്നെ ഇത് എവിടേക്കാടാ കൊണ്ടുവന്നത്? എടാ, ഇന്ന് എൻ്റെ ഗേൾ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആടാ. അവക്ക് അവളുടെ ഫ്രണ്ട്സിനൊക്കെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ പിന്നെ ഈ ഗേൾസ് ഓൺലി പാർട്ടിയിൽ ഞാൻ ഒറ്റയ്ക്ക് പോസ്റ്റ് ആകരുതല്ലോ എന്ന് വെച്ചാ നിന്നെ കൂട്ടിയത്. ഞാനും പാർട്ടിയും സെറ്റ് ആകില്ലെന്ന് നിനക്കറിയാവുന്ന കാര്യമില്ലേ? അതും ഗേൾസ് ഓൺലി പാർട്ടി. ഞാനില്ലേ ഇല്ല. ഇയാനെ, പ്ലീസ് 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 എന്നെ ഒറ്റക്കാക്കി പോകല്ലേ. ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തുന്ന താമസം മാത്രം. അത് കഴിഞ്ഞാൽ നമുക്ക് വേഗം പോകാം. ഐ പ്രോമിസ്. ഇപ്പൊ അകത്തേക്ക് വാടാ കൂട്ടാ, ചതിക്കരുത്. ഇനി നീ സ്ഥലം ഏതാണെന്ന് പറയാതെ നിന്റെ കൂടെ എങ്ങോട്ടുമില്ല, ഉറപ്പിച്ചോ. ഷേടാ, ഇവിടെ മൊത്തം ഗേൾസ് ആണല്ലോ. പിന്നെ ഗേൾസ് ഓൺലി പാർട്ടിയിൽ നീ ഗേൾസിനല്ലാതെ വേറെ ആരെയും എക്സ്പെക്ട് ചെയ്ത്? അല്ല, ഞാൻ നടാശയെ നോക്കുമായിരുന്നു. അതെന്താ, അവള് പെണ്ണല്ലേ? എന്റെ പൊന്നു ചെയ്യാനെ, നീ തൽക്കാലം വാ അടിച്ച് അവിടെ എങ്ങാനും പോയിരിക്കും. ഞാൻ നടാശയെ തപ്പി കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് വരാം.
ആര്യ എവിടെ? അവള് വാഷ്റൂമിൽ പോയേക്കാം. ഹേ നടാഷ, ജോയിൻ വിത്ത് us. യു ഗൈസ് എൻജോയ്. ഞാനിപ്പോ ഇല്ല. അതെന്ത് പണിയാ? കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞാ പൂൾ പാർട്ടി സ്റ്റാർട്ട് ചെയ്യാമെന്നല്ലേ നീ പറഞ്ഞേ? എന്നിട്ട് നീ ജോയിൻ ചെയ്യാൻ ഞാൻ എങ്ങനെയാ? എന്റെ ബോയ് ഫ്രണ്ട് ഇപ്പൊ വരും. അവന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവൻ പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കൂടെ ജോയിൻ ചെയ്തോളാം എന്നേ. ഞാനും ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ബേബ്. യു ആർ ലേറ്റ്. ഞാൻ എത്ര മണിക്ക് കേക്ക് കട്ട് ചെയ്യുമെന്നാ പറഞ്ഞേ? കാത്തു നിന്ന് മടുത്തപ്പോൾ പാർട്ടി കുളമാകാതിരിക്കാൻ എനിക്ക് കേക്ക് കട്ട് ചെയ്യേണ്ടി വന്നു. ഇറ്റ്സ് ഓക്കെ ബേബ്. പാർട്ടി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കേക്ക് മുറിക്കാം, നമ്മൾ മാത്രം. ഞാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പൂൾ പാർട്ടി ഉണ്ട് ചാർലി, ലേറ്റ് ആകും. നോ പ്രോബ്ലം, ഐ വിൽ വെയിറ്റ് ഫോർ യു. എത്ര ലേറ്റ് ആയാലും ഞാൻ പ്ലാൻ ചെയ്ത പോലെ എൻ്റെ ബേബിയുടെ ബർത്ത്ഡേ എനിക്ക് ആഘോഷിക്കണം, നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട്. ഓക്കെ, എങ്കിൽ വാ, ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി തരാം. ഹേ, താൻ ഇവിടെ വന്നു? ഞാൻ ഇന്നലെ തന്നോട് പറഞ്ഞതല്ലേ തന്റെ ഡയലോഗ്സ് ഒന്നും എന്റെ അടുത്ത് ഏൽക്കില്ലെന്ന്. പിന്നെ എന്തിനാ താൻ എന്നെ സ്റ്റോക്ക് ചെയ്യുന്നത്? താൻ എങ്ങനെ ഇവിടേക്ക് കയറി? ഇത് ഗേൾസ് ഓൺലി പാർട്ടിയാ, വേഗം പോകാൻ നോക്കിയേ. ഹേ ഹേ, സ്ലോ ഡൗൺ. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ തന്നെ സ്റ്റോക്ക് ചെയ്തൊന്നും വന്നതല്ല, എനിക്ക് അതിനുള്ള ഉദ്ദേശവുമില്ല. രണ്ടാമത്തെ കാര്യം, ഇത് ഗേൾസ് ഓൺലി പാർട്ടിയാണെന്ന് എനിക്കറിയാം. ഇങ്ങോട്ടേക്ക് വരണമെന്ന് എനിക്ക് ഒട്ടും താല്പര്യവുമില്ലായിരുന്നു. ബട്ട് ബർത്ത്ഡേ ഗേളിന്റെ ബോയ് ഫ്രണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ, അവൻ എന്നെ പിടിച്ചോണ്ട് വന്നയാ. താൻ ചാർലിയുടെ ഫ്രണ്ടാണോ? ആ അതെ. പിന്നെ മൂന്നാമത്തെ കാര്യം, ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെ വീഴ്ത്താനുള്ള ഡയലോഗ് അല്ല, അത് ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. ഐ എം എൻ ആർട്ടിസ്റ്റ്. ഞാൻ തന്നെ സ്വപ്നത്തിൽ കാണാറുണ്ട്. അത് വെച്ച് ഞാൻ തൻ്റെ കുറേ ചിത്രം വരച്ചിട്ടുണ്ട്. വിശ്വാസമില്ലെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ സ്റ്റുഡിയോയിലൊക്കെ വന്നാൽ മതി, ഞാനതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വിശ്വാസം വരും. ഡു യു വാണ്ട് ടു സീ മൈ ആർട്സ്? നടാഷ, ഇതാണ് ഞാൻ പറയാറുള്ള ഇയാൻ, മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇയാൻ, ദിസ് ഇസ് മൈ ഗേൾ ഫ്രണ്ട് നടാഷ. ഹായ്. ഓ ഹലോ ചാർലി, ഇത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് മോന. രണ്ടാമത്തെയാൾ ദേ വരണോ, ആര്യ. ഹലോ. ഹലോ. ഹലോ മോന. എടാ, ഇത് അവളല്ലേ? നീ നേരിട്ട് കണ്ടെന്ന് പറഞ്ഞത് ഇവളെയാണോ? എനിക്ക് സ്വപ്നം കാണുന്ന പോലെ തോന്നടാ. നിന്റെ ക്യാൻവാസിൽ കാണുന്നയാളെ നേരിട്ട് എന്റെ മുൻപിൽ നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ ഒക്കുന്നില്ല. എന്താ ചാർലി രണ്ടുപേരും കൂടെ കുശുകുശുക്കുന്നത്? അല്ല, എന്റെ ബേബിയും ഫ്രണ്ട്സും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണെന്ന് ഇയാൻ പറയുമായിരുന്നു. ഭംഗിയുണ്ടായിട്ടെന്താ? ഇവിടെ രണ്ടുപേരും എന്നെ പോലെയല്ല, ഫോട്ടോ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ 3 കൊല്ലമായിട്ട് ഒരുമിച്ചുണ്ടായിട്ടും ഒരു പിക്ക് പോലും ഇല്ല. അത് ബെസ്റ്റ് തിങ്സ് ആണെന്നേ. ഞങ്ങൾ കുഞ്ഞിലേ തൊട്ട് ഫ്രണ്ട്സാ. ആ ടൈം പാരന്റ്സ് എടുത്ത പിക്കല്ലാതെ ഞങ്ങളായിട്ട് ഒരുമിച്ച് വേറൊരു പിക്കില്ല. പിന്നെ മോന, ആര്യ, ചാർലിയെ ഇങ്ങനെ കണ്ടിട്ട് സിമ്പിളായിട്ട് തോന്നണ്ട. ആള് വിൻസെന്റ് ഗ്രൂപ്പ്സിന്റെ CEO ആണ്. അയ്യോ, CEO ഇപ്പോഴും പപ്പ തന്നെയാ. ഐ ആം ജസ്റ്റ് എ ക്യൂറേറ്റർ അറ്റ് ഗലേറിയ വിൻസെന്റി. പപ്പയുടെ കാലശേഷം ഞാനായിരിക്കും CEO എന്ന് മാത്രം. നീ ഇവർക്ക് രണ്ടുപേർക്കും കഴിക്കാനൊക്കെ കൊടുക്ക്. ഞങ്ങൾ പൂളിന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. വാ ആര്യ, അവിടുത്തെ കാര്യം നോക്കാം. ഇതെന്താ എല്ലാവരും പൂളിൽ നിന്ന് കയറിയോ? പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്ന ആളില്ലാഞ്ഞിട്ട് ഒരു സുഖമില്ല. നടാശ വരുന്നത് വരെ നിങ്ങൾ രണ്ടുപേരിൽ ഏതെങ്കിലും ഒരാൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്താലും മതി. സോറി, ഐ എം നോട്ട് ഇൻ ടു ദിസ്. എങ്കിൽ പിന്നെ മോനെ ഇറങ്ങ്. നോ, എനിക്ക് അക്വാഫോബിയ ആണ്, പൂളിൽ ഇറങ്ങാൻ പറ്റില്ല. സോറി. യു ഗൈസ് ആർ നോട്ട് ഫൺ. നടാശയുടെ വൈബിന് പറ്റിയതല്ല നിങ്ങൾ. അവൾ എന്ത് കണ്ടാണോ നിങ്ങളെ കൊണ്ട് നടക്കുന്നത്? വാട്ട് എവർ. ഈ പാർട്ടി ഞങ്ങൾ ഉദ്ദേശിച്ചത്ര സുഖമില്ല, അല്ലേ ഗേൾസ്? സോ വി ആർ ലീവിംഗ്.
സോറി നടാശ, ഇവൻ എന്നോട് കാര്യം പറയാതെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് എനിക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങാൻ പറ്റില്ല. ഹേയ്, അതൊന്നും സാരമില്ല യാൻ. ഹേ നടാഷ, വി ആർ ലീവിംഗ്. വാട്ട് ഹാപ്പൻ ഗൈസ്? ഈ പാർട്ടി അത്ര വൈബില്ല, സോ ഞങ്ങൾ പോകാം. യു എൻജോയ് വിത്ത് യുവർ ബോയ് ഫ്രണ്ട് ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട്സ്. ഓക്കെ ദെൻ ലീവ്. ബേബ്, അവര് ദേഷ്യപ്പെട്ടു പോകാണോ? അവരെന്താ പിടിച്ചു നിർത്താഞ്ഞേ? ഓ, അതിന്റെ ആവശ്യമില്ലെന്നേ. അവര് പോയാൽ പാർട്ടി വേഗം അവസാനിക്കും. നമുക്ക് നമ്മുടെ ഡേറ്റിന് പോകാമല്ലോ. ഞാൻ കാരണമാണോ? അല്ലാന്നേ, എല്ലാ കൊല്ലവും നടത്തുന്ന പാർട്ടിയല്ലേ, അത് മുടക്കണ്ടെന്ന് വെച്ചാ ഞാൻ അവരെ ഇൻവൈറ്റ് ചെയ്തത്. പക്ഷെ അവര് മോനെയും ആര്യയെയും ഓരോന്ന് പറഞ്ഞ് ശല്യം ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. സോ അവര് പോകുന്നത് തന്നെയാ നല്ലത്. ഇനി അടുത്ത കൊല്ലം തൊട്ട് ഇങ്ങനെ ഒരു പാർട്ടിയുടെ ആവശ്യമില്ലല്ലോ. എനിക്ക് അവര് രണ്ടുപേരും പിന്നെ എൻ്റെ ഈ സ്വീറ്റ് ബോയ് ഫ്രണ്ട് മാത്രം മതി. നടാഷ, ഓടിവാ. മോനെ കാല് വഴുതി പൂളിലേക്ക് വീണു. അവള് പൂളിന്റെ അടുത്തോട്ടേ പോകാറില്ലല്ലോ, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, വേഗം വാ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? പൂളിൽ അരയോളമല്ലേ വെള്ളമുള്ളൂ. മോനയ്ക്ക് അക്വാഫോബിയാണ്. നീന്താൻ അറിയില്ലെന്ന് മാത്രമല്ല, പാനിക് അറ്റാക്ക് വന്ന് ബ്രീത്തിങ് തന്നെ നിന്നു പോകും. നോക്കി നിൽക്കാതെ ചാടി രക്ഷിക്ക് ചാർലി. എനിക്ക് നീന്താൻ അറിയില്ല. ഞാൻ ചാടാം.